ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള അനുഭവം. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് വേറെയാണ്. അപ്പം എനിക്ക് എന്താണ് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ഈ ഒരു പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഏത് സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടാണ്. ഫോർ ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻകാർക്ക് പറ്റുന്നതാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് വളരെ നോൺ സ്റ്റിക്കി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ നോൺ ഓയിലി ആണ്. അതുപോലെ നല്ല രീതിയിൽ നമ്മുടെ ഫേസിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ്. വൈറ്റമിൻ ഇ ഉണ്ട്. അതുപോലെ തന്നെ ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ കൂടിയാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഡെയിലി യൂസിന് ഉറപ്പായിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ അത്യാവശ്യമാണ്. നമ്മളെപ്പോഴും ഒരു മേക്കപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നമ്മുടെ യൂസിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ. കാരണം നമ്മുടെ ഫേസിൽ നമ്മളൊരു ഏജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫേസിലൊക്കെ ഒരുപാട് പാടുകൾ, ഫൈൻ ലൈൻസ്, ഇങ്ങനെ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ കുറേ പാടുകളൊക്കെ നമുക്ക് വിസിബിളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം അതിന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണ ആൻറ്റി ഏജിങ് ക്രീം ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെയുള്ള മോയ്സ്ചറൈസറും കൂടി നമുക്ക് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ സ്കിന്നിൽ കുറച്ചും കൂടി നല്ല ആ ഒരു അതൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ കുറച്ചെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ആൻറ്റി ഏജിങ് യൂസ് ചെയ്യുന്ന അത്രയും വരില്ല, എന്നാലും നമ്മുടെ സ്കിന്നിനെ കുറച്ചൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നമ്മളെപ്പോഴും ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഡെയിലി യൂസസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്നവർക്കൊക്കെ ഇതൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ നല്ലതാണ്. നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ 2 മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ലൈറ്റ് ജെല്ലും പിന്നെ വേറൊരു പോൺസിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഞാനിവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതും ഞാനിത് യൂസ് ചെയ്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതാണ് കേട്ടോ, ഓക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ വന്നിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ, ഒരു ബ്ലൂ കളറിലെ ഒരു കണ്ടെയ്നറിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 130 രൂപയാണ്. 50 ml വന്നിരിക്കുന്ന ഈ ഒരു പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ല് അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ ഇത് നോൺ സ്റ്റിക്കി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പാരബൻ ഫ്രീ ആയിട്ടുള്ളതാണ്. അതുപോലെ ഇത് നോൺ ഓയിലി ആണ്. നല്ല രീതിയിൽ നമ്മുടെ ഫേസിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതും അതുപോലെ ഹൈലൂറോണിക് ആസിഡും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണിത്. ഇത് അത്യാവശ്യം നമുക്ക് ചെറിയൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് വലുത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പോൺസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു തകിട് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി നമ്മളിത് മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ, ഇത് ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്കിത് മോയ്സ്ചറൈസർ നമുക്ക് ഇത്തിരി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മൾ സ്കിന്നിൽ ഇടുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കുക. അതുപോലെ നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ ഇപ്പോൾ മേക്കപ്പൊക്കെ ഒന്നും ചെയ്യരുത് കേട്ടോ. കുറച്ച് നേരം നിന്നിട്ട് വേണം മേക്കപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ നല്ല അതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം ഇത്തിരി സ്മെല്ല് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഒരു സ്മെല്ല് ഒരുപാടുണ്ട്. ചിലതിന് വളരെ ലൈറ്റായി. ഇപ്പോൾ നമുക്കെപ്പോഴും സ്മെല്ലുള്ളത് അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത്. പക്ഷേ മിക്കതിനും സ്മെല്ലുണ്ടാവും, എന്നാലും സ്മെല്ല് ഭയങ്കര കൂടുതലുള്ളത് അത്ര നല്ലതല്ല. ഇതിന് അത്യാവശ്യം സ്മെല്ലുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇത് യൂസ് ചെയ്തിട്ട് വളരെ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ചിലവർക്ക് ചില സ്മെല്ലുകൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഇത്തിരി കൂടിയൊരു സ്മെല്ലാണ്, അത്രേ ഉള്ളൂ. കൂടുതലും നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ഒരുപാട് കുരുക്കൾ, പിമ്പിൾസൊക്കെ വരുന്നവർക്കും ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇതും മറ്റേതും ഞാൻ യൂസ് ചെയ്യും കേട്ടോ. മറ്റേ പോൺസിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസറായിട്ടാണ് എൻ്റെ ഒരു ഇതിൽ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഓരോരുത്തരുടെ അനുഭവം പലതാണ് കേട്ടോ. ഇപ്പോൾ ഞാനീ പറയുന്നത് പോലെ ആയിരിക്കില്ല വേറെ പലർക്കും പല രീതിയിലുള്ള അനുഭവം. ഇപ്പോൾ ഒരാളുടെ സ്കിൻ ടൈപ്പ് ആയിരിക്കുമല്ലോ.
വേറെ ഉള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ചെറിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് പറ്റുക വെച്ചാൽ മാത്രം നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ കമൻ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനിലാക്കിയത്, അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം കാണാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.